8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. Safa Jewelry now. Safa Golden Diamonds. Different by design. തിരുവാലി പഞ്ചായത്തിൽ പുതിയ ഭരണസമിതിയിൽ 1 വർഷം പ്രസിഡന്റ് പദവി നൽകാമെന്ന് MLA ഉറപ്പു നൽകിയതായി മുസ്ലിം ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ്. ഷൈജൽ എടപ്പറ്റയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കാണെന്നും അച്ചടക്ക നടപടിയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെ തിരിച്ചെടുക്കില്ലെന്നും മജീദ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മളെ മേഖലയിൽ വെച്ച് നോക്കിയാൽ കോൺഗ്രസ് വെച്ച് ലീഗിനെ വെച്ച് ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സംബന്ധിച്ചില്ലെങ്കിൽ പോലും ഞാൻ വണ്ടൂരത്തെ കാര്യമാണ് പറയുന്നത്. അത് നേതൃത്വം ഒന്നുകൂടി ഗൗരവമായി എടുക്കേണ്ടിയിരുന്നില്ല തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും. ലീഗിന് ഡാമേജ് ഉണ്ടായെന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് 2020-25 കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്നത് 39 പഞ്ചായത്ത് മെമ്പർമാരാണ്. ഇന്നത് 54 മെമ്പർമാരായി ഉയർന്നു. 15 മെമ്പർമാരുടെ വർധനവ് മുസ്ലിം ലീഗിനുണ്ടായിട്ടുണ്ട്. ഇവിടെ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം നിയോജകമണ്ഡലത്തിലൊരു നേട്ടമാണ്. മാത്രമല്ല 8 പഞ്ചായത്തിലും ഭരണത്തിൽ പങ്കാളിത്തമുണ്ട്. 4 പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ ആണ്. 4 പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റുമാരുണ്ട്. അപ്പോൾ കഴിഞ്ഞ 20-25 കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗ് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് തന്നെയാണ് നമ്മൾ സമ്മതിക്കും. വണ്ടൂരിലെ കാര്യം എടുത്തു വരികയാണെങ്കിൽ വണ്ടൂർ പഞ്ചായത്തിൽ നേതാവാണ് എല്ലാവരും വിജയിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെടുകയുണ്ട്. വണ്ടൂർ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ അതാ സമയങ്ങളിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കൃത്യമായൊരു ഇടപെടലിൻ്റെ കുറവ് ആ സമയത്ത് അവിടെ നിന്നുണ്ടായിട്ട്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുന്നണികളും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നടന്ന ചില സമയക്കുറവൊക്കെ കാരണം അത് കൃത്യമായി ഇടപെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അത് നമ്മൾ കരുതിയതുപോലെ അല്ല സംഭവിച്ച. ചില ആളുകൾ പരസ്യമായി വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തി പരസ്യമായി അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടല്ലോ. പാർട്ടിയിൽ ഇപ്പോൾ വ്യക്തികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു ചട്ടക്കൂട്ടിൽ നിന്നിട്ടല്ല എങ്കിൽ അവർക്ക് നടപടി എടുക്കാന്നില്ലല്ലോ, മറ്റൊന്ന് പുറത്തുനിന്നില്ലല്ലോ. കാരണം ഇതിന് ഗസറ്റ് പ്രസിദ്ധീകരണം നടത്തിയുള്ളതൊന്നും വേണ്ട അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്താൻ. ഇന്ന് ഞാൻ ലീഗാണ്, നാളെ എനിക്ക് CPM ആകാൻ ഒരു പ്രത്യേക സർക്കാർ അനുമതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തു പോയി. അവരെ പേരിൽ നടപടി എടുത്തു. അവിടെ ദൗർഭാഗ്യകരമാണ്. അവിടെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന സൈജലിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടി മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒരു പ്രയാസം ഉണ്ടായിരുന്നു. സൈജലിന് മാറി നിൽക്കല്ല, സൈജലിനെ ഏമങ്കാട് വാർഡ്, കുറ്റി വാർഡിലൊക്കെ മത്സരിക്കാൻ അവനോട് ആ വാർഡ് കമ്മിറ്റികൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ മത്സരിക്കുക എന്നുള്ളത് പാർട്ടി എടുത്തൊരു തീരുമാനമാണ്. അല്ല സൈജൽ എടുത്ത തീരുമാനം എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. പാർട്ടിക്കാണ്. പാർട്ടിക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്കുണ്ട്, മണ്ഡല കമ്മിറ്റിക്കുണ്ട്, ജില്ലാ കമ്മിറ്റിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് മത്സരിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്തമല്ല. ഈ മത്സരിപ്പിച്ചപ്പോൾ അതിൽ മറ്റുള്ള ആളുകൾ, പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ അത് പരാജയപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിന് തടയിടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നേതൃത്വത്തിന് പറ്റിയ പരാജയം. അല്ല മത്സരിപ്പിച്ചതിൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. പഞ്ചായത്ത് പുറത്താക്കിയ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരെ ഇനി ഉടൻ തിരിച്ചെടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇല്ല അങ്ങനെ തിരിച്ചെടുക്കുന്ന ഇത് എടുത്ത് കഴിഞ്ഞാൽ തെറ്റായ മെസ്സേജ് വരും. അടുത്ത പ്രാവശ്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിന് 5 വർഷം കഴിഞ്ഞ് വീണ്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പോൾ ചില വാർഡുകളിലെ ആളുകൾ ഇങ്ങനെ അതൊരു തെറ്റായ മെസ്സേജ് പാർട്ടിക്ക് വരും. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞാൽ അവരിൽ വരെ നടപടി എടുക്കുക, അവർ നടപടിക്ക് വിധേയരായി നിൽക്കുക എന്നില്ല തന്നെയാണ് അതിൻ്റെ ഇത്. ഇനിയിപ്പോ തിരുവാലിയിലെ കാര്യം വരികയാണെങ്കിൽ തിരുവാലിയിൽ ഇനി എങ്ങനെ ലീഗ് ഒരു തിരുവാലിയിൽ പഞ്ചായത്ത് നേതൃത്വങ്ങൾ തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. മണ്ഡലം UDF നേതൃത്വവും MLA നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഒരളവോളം ജില്ലാ നേതൃത്വത്തിൻ്റെ ഇടപെടലും പരാജയപ്പെട്ടപ്പോഴാണ് സംസ്ഥാന നേതൃത്വം അതിൽ ഇടപെട്ടത്. സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബും മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാൽ സാഹിബും AP അനിൽകുമാറും ഒക്കെ ഇടപെട്ട് നടത്തിയ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ് അവിടെ പഞ്ചായത്ത് ഭരണം ഇപ്പോൾ
രണ്ടാമത് മാറ്റി വെച്ചിട്ടാണ് രണ്ടാമത് UDF സംവിധാനത്തിൽ തുടരുന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഇനി മാനേജ് ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്വം അത് ക്ലിയർ ചെയ്യുന്നെടുത്തത് MLAക്കും സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമാണ്. അവരാണ് തീരുമാനം. MLA ആണ് അത് ഒരു ഒത്തുതീർപ്പൊക്കെ എത്തിക്കണേന് അദ്ദേഹത്തിന്. MLAന്റെ മനസ്സിലെന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. MLA ലീഗിന് തരും തന്നെയാണ് പറയുന്നത്. നേരിട്ട് പറഞ്ഞിട്ടുണ്ട് 5 വർഷത്തിന്റെ ഉള്ളിൽ 1 വർഷം മുസ്ലിം ലീഗിന് തരുന്നുള്ളത് MLA പറഞ്ഞിട്ടുണ്ട്. അത് MLA അല്ല, വാക്കാലല്ല, അത് സമയം എപ്പോഴാണെന്ന് ഉള്ളത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MLAയും ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് ഏപ്രിൽ മാസത്തിന് മുമ്പായിട്ട് നമ്മൾ അറിയിക്കുന്നതാണ്. നമ്മൾ MLA അല്ലേ, ഞങ്ങൾ പാർട്ടി നേതൃത്വത്തെ വിശ്വസിക്കുന്നത്. ഞങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലേ ഞങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ MLA ഞങ്ങൾ തീരുമാനമായിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടി നേതൃത്വത്തിൽ അംഗീകരിക്കാതെയും വിശ്വസിച്ചെടുക്കാതെയും മുന്നോട്ട് പോകും. അപ്പോൾ ഞങ്ങൾക്ക് അതിലൊരു ആശങ്കന്റെ പ്രശ്നം ഞങ്ങൾക്ക് ഉദിക്കണില്ല. സാധാരണ പ്രവർത്തകർക്ക് ഒരു വികാര പ്രകടനമൊക്കെ ഉണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കണം. നേതൃത്വത്തിലായാലും കോൺഗ്രസിലാണെങ്കിലും ലീഗിലായാലും ഉണ്ടാവും. ലീഗിന് ഒരു നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാനം വരെ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം. പരസ്പരം വിശ്വാസത്തിൻ്റെ തന്നെ ആ വിശ്വാസം ഈ കാര്യത്തിൽ ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ.